എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ജീവിതത്തിൽ ആത്മീയത എന്ന അനുഭവത്തിന് പ്രാധാന്യം നൽകുന്നവരാണോ? ഈ പ്രപഞ്ചം എന്ത് ദൗത്യമായിരിക്കും ഇത്തവണ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക? പ്രശസ്തിയോ സിദ്ധികളോ നേടുക എന്നതല്ല ആത്മീയതയുടെ ലക്ഷ്യം. ഓരോ ജന്മത്തിലും മറ്റുള്ളവരെ സഹായിക്കാനും നന്മകൾ ചെയ്യാനുമുള്ള ദൗത്യം കൂടി പ്രപഞ്ചം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ശാന്തമായി ഇരിക്കുമ്പോൾ ദയവായി ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എന്താണ് പ്രപഞ്ചം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് തിരിച്ചറിയുന്നതിനും ആ വഴിയിലുള്ള 10 തരം ആത്മീയ സ്വഭാവക്കാരെയും കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇതിൽ ഏതാണ് നിങ്ങൾ? ഭൗതിക മേഖലയെ മറികടക്കുന്ന വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഭവങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ട ഒരു വ്യക്തിഗത യാത്രയായി ആത്മീയതയെ നമുക്ക് നിർവചിക്കാം. ആത്മീയത എന്നത് വിശാലവും ബഹുമുഖവുമായ ഒരു ആശയമാണ്. അതുകൊണ്ട് തന്നെ അത് വ്യത്യസ്ത രീതികളിൽ പ്രകടമാവുകയും വ്യത്യസ്ത ആത്മീയ സ്വഭാവക്കാരായ ആളുകളെ സൃഷ്ടിക്കുകയും ചെയ്യും. ആത്മീയതയിലേക്ക് വരുന്ന 10 തരം സ്വഭാവക്കാർ ഇവരാണ്. ഇതിൽ ഏത് സ്വഭാവക്കാരുടെ കൂട്ടത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുക? ഇതിൽ ആദ്യത്തെ കൂട്ടർ അമാനുഷിക ശക്തികളെക്കുറിച്ചും യോഗസിദ്ധികളെക്കുറിച്ചുമുള്ള കഥകൾ കേട്ട് അതിൽ ഭ്രമിച്ചവരായിരിക്കും. തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ, അതായത് സമ്പത്ത്, അധികാരം എന്നിവയൊക്കെ ആത്മീയ ശക്തി ഉപയോഗിച്ച് നേടിയെടുക്കാം എന്ന് ധരിച്ചു വച്ചിരിക്കുന്നവരാണ് ഇവരിൽ ഏറെ പേരും. വ്യാജ ഗുരുക്കന്മാരുടെയും ആത്മീയ തട്ടിപ്പുകാരുടെയും വലയിൽ വീഴുന്നതിൽ ഏറിയ പങ്കും ഇക്കൂട്ടരായിരിക്കും. ഒന്നിലും ഉറച്ചു നിൽക്കാത്ത ഇക്കൂട്ടർ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ മികച്ചത് മറ്റൊരിടത്തുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഓടുന്നവരാണ്. ഒടുവിൽ ഇതൊന്നുമല്ല ആത്മീയത എന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും നല്ലൊരു സമയവും സമ്പത്തും ധനവുമെല്ലാം ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കും. സ്വയം ഒന്ന് വിശകലനം ചെയ്തു നോക്കുക. ആത്മീയതയിൽ വന്നിട്ടുള്ളവരിൽ ഈ സ്വഭാവത്തിൽപ്പെട്ടവരാണോ നിങ്ങൾ? അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്വഭാവക്കാരെ കുറിച്ച് നമുക്ക് നോക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ കയ്യിൽ വ്യത്യസ്തമായ ആശയങ്ങളുണ്ടോ? ആത്മവിശ്വാസമുണ്ടോ? എങ്കിൽ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ മികച്ച വരുമാനം നേടാൻ നിങ്ങൾക്കും സാധിക്കും. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ വീട്ടമ്മമാർ, വിദ്യാർത്ഥികൾ, പ്രൊഫഷണൽസ്, ബിസിനസ്സുകാർ എന്നിങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള ഞങ്ങളുടെ 200ഓളം കസ്റ്റമേഴ്സ് യൂട്യൂബിൽ നിന്ന് മാന്യമായ വരുമാനം നേടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ യൂട്യൂബ് ചാനലിലൂടെ സാധിക്കും. മോണിറ്റൈസേഷൻ ചെയ്ത വരുമാനമുള്ള ചാനലുകൾ കൊടുക്കാനായിട്ടുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആത്മീയതയിൽ വരുന്ന രണ്ടാമത്തെ കൂട്ടർ ജ്ഞാനം തേടുന്നവരായിരിക്കും, അഥവാ ആത്മ അന്വേഷകരായിരിക്കും. ജ്ഞാനം അന്വേഷിക്കുന്നവർ ആത്മീയതയുടെ വിദ്യാർത്ഥികളായിരിക്കും. പ്രപഞ്ചത്തിന്റെയും മനുഷ്യ ജീവിതത്തിന്റെയും നിഗൂഢതകൾ പര്യവേഷണം ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള അഗാധവും തീവ്രവുമായ ആഗ്രഹവുമായിരിക്കും ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ഇത്തരം വ്യക്തികൾ തങ്ങളുടെ അറിവ് വികസിപ്പിക്കുന്നതിനും ആത്മീയ ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കുന്നതിനും വ്യത്യസ്ത പാരമ്പര്യങ്ങളിലുള്ള സമ്പ്രദായങ്ങളെ പിന്തുടരാറുണ്ട്. വ്യത്യസ്ത തത്വചിന്തകളിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചത്തിനുള്ളിലെ അവരുടെ സ്ഥാനത്തെക്കുറിച്ചുമുള്ള സമഗ്രമായ ധാരണയാണ് ഇത്തരക്കാർ വികസിപ്പിച്ചെടുക്കാറ്. മൂന്നാമത്തെ കൂട്ടരാണ് ഭക്തന്മാർ. ഏതെങ്കിലും പ്രത്യേക ആത്മീയ പാതയിലോ ഈശ്വരനിലോ ആഴത്തിലുള്ള ഭക്തി വളർത്തിയെടുത്തവരാണ് ഭക്തന്മാർ. ആചാരങ്ങളിൽ നിന്നും പ്രാർത്ഥനകളിൽ നിന്നും ആരാധനകളിൽ നിന്നും ആശ്വാസവും അർത്ഥവും കണ്ടെത്തുന്നവരാണ് ഇക്കൂട്ടർ. ദൈവികമായി അഗാധമായ ബന്ധം സ്ഥാപിക്കാൻ അവർ പരിശ്രമിക്കുന്നതിനാൽ ഭക്തിയാണ് അവരുടെ ആത്മീയ പരിശീലനത്തിന്റെ മൂലക്കല്ല്. ഭക്തരിൽ ഏതെങ്കിലും പ്രത്യേക മത പാരമ്പര്യത്തെ പിന്തുടരുന്നവരോ ആത്മീയ വ്യക്തിത്വങ്ങളെ ആരാധിക്കുന്നവരോ ഉണ്ടാകാം. അവർ തിരഞ്ഞെടുക്കുന്ന ആചാരങ്ങളിലൂടെ അവരുടെ സ്നേഹവും അർപ്പണ മനോഭാവവും പ്രകടിപ്പിക്കുന്നതിന് ചുറ്റുമായി അവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നു. നാലാമത്തേത് സൂക്ഷ്മ പരിശീലകരാണ്. ആത്മീയ വ്യക്തിത്വങ്ങളിലെ പല തരങ്ങളിൽ ഒന്നാണ് സൂക്ഷ്മ പരിശീലകർ. ആത്മീയ വ്യക്തിത്വങ്ങളിലെ പല തരങ്ങളിൽ ഒന്നാണ് സൂക്ഷ്മ പരിശീലകർ.
മനസാന്നിധ്യം, വർത്തമാന നിമിഷ ബോധവൽക്കരണം എന്നിവയിലൂടെ ഇക്കൂട്ടർ ആത്മീയതയെ ഉൾക്കൊള്ളുന്നു. ഓരോ നിമിഷവും വർത്തമാന കാലത്തിൽ സന്നിഹിതരായിരിക്കുന്നതിൻ്റെ ശക്തിയിലാണ് അവർ വിശ്വസിക്കുന്നത്. ജീവിതാനുഭവങ്ങളോടുള്ള മതിപ്പും അവബോധവും അവർ വളർത്തിയെടുക്കുന്നുണ്ട്. വർത്തമാന കാലത്തിൽ ശ്രദ്ധാലുക്കളായ ഇത്തരം സൂക്ഷ്മ പരിശീലകർ യോഗ, ധ്യാനം എന്നിവയിലൂടെയാണ് തങ്ങളുടെ ഉൾക്കാഴ്ചകൾ വളർത്തിയെടുക്കുന്നത്. അടുത്തതാണ് മിസ്റ്റിക് വ്യക്തിത്വങ്ങൾ. ബോധത്തിന്റെ ദൈവികവും അതിര് കടന്നതുമായ അവസ്ഥകളുടെ നേരിട്ടുള്ള അനുഭവം തേടുന്ന ആത്മീയ വ്യക്തിത്വങ്ങളാണ് മിസ്റ്റിക്കുകൾ. അവബോധജന്യമായ അറിവുകൾ, നിഗൂഢമായ ദർശനങ്ങൾ, ആഴത്തിലുള്ള ആത്മീയ അനുഭവങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർ സാധാരണ ധാരണകൾക്ക് അപ്പുറമുള്ള മേഖലകളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അഗാധമായ ആത്മീയ ഉൾക്കാഴ്ചകൾ നേടിയിട്ടുള്ള മിസ്റ്റിക്കുകൾ പലപ്പോഴും ഏകാന്തത, നിശബ്ദത, ആത്മപരിശോധന എന്നിവയുടെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഈ മിസ്റ്റിക്കുകളുടെ ആത്മീയ പാത ആന്തരികമായ ദൈവികതയുമായി ബന്ധിപ്പിക്കുന്നതിനും ബോധത്തിന്റെ ആഴതലങ്ങൾ മനസ്സിലാക്കുന്നതിനും മനുഷ്യജീവന്റെ നിലനിൽപ്പിന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്നതിനെ പറ്റിയും ആയിരിക്കും. അടുത്ത മറ്റൊരു തരം ആളുകളാണ് ആത്മീയ സാമൂഹ്യ പ്രവർത്തകർ. സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ സജീവമായി ഇടപെട്ട് നീതി, സമത്വം എന്നിവയിലൂടെ ആത്മീയത ഉൾക്കൊള്ളുന്നവരായിരിക്കും ഇക്കൂട്ടർ. ഇത്തരം വ്യക്തിത്വങ്ങൾ എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പര ബന്ധങ്ങൾ തിരിച്ചറിയുകയും അവരുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കാനും ലോകത്ത് നല്ല മാറ്റങ്ങൾ വരുത്താനുമുള്ള ആത്മീയ അനിവാര്യതയിൽ വിശ്വസിക്കുന്നവരുമാണ്. ഇത്തരം വ്യക്തികൾ തങ്ങളുടെ ആത്മീയ മൂല്യങ്ങളെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രായോഗിക പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുകയും മനുഷ്യാവകാശങ്ങൾ, പരിസ്ഥിതി സുസ്ഥിരത, സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നവരാണ്. ഇവരുടെ ആത്മീയത സമൂഹത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ചാലക ശക്തിയായി മാറുന്നു. അടുത്ത തരത്തിൽ പെട്ടവരാണ് വിശാല വീക്ഷണമുള്ള ആത്മാക്കൾ. വിശാല വീക്ഷണമുള്ള ഇത്തരം വ്യക്തിത്വങ്ങൾ ഒന്നിലധികം ആത്മീയ പാരമ്പര്യങ്ങളിൽ നിന്നോ തത്വചിന്തകളിൽ നിന്നോ പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. പൊതുവെ ഇക്കൂട്ടർ ഒരൊറ്റ സിദ്ധാന്തത്തിൻ്റെയോ ഒരൊറ്റ മതവിഭാഗത്തിൻ്റെയോ ഒരൊറ്റ പ്രയോഗത്തിൻ്റെയോ പരിധികളാൽ ബന്ധിക്കപ്പെടുന്നവരല്ല. മറിച്ച് ആത്മീയതയോടുള്ള തുറന്ന സമീപനമാണ് ഇവരുടെ പ്രത്യേകത. വ്യത്യസ്ത മതങ്ങളിൽ നിന്നോ വ്യത്യസ്ത ആത്മീയ പഠനങ്ങളിൽ നിന്നോ ലഭിച്ച അറിവുകൾ ഇവർ ലോക നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തുന്നു. ഗവേഷണം, നിരീക്ഷണം, പരീക്ഷണം കൂടാതെ സ്വന്തം ആന്തരിക നിർദ്ദേശങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇവരുടെ ആത്മീയ യാത്രകൾ. അടുത്ത തരം ആത്മീയ സ്വഭാവക്കാരാണ് പ്രകൃതി സ്നേഹികൾ. പ്രകൃതി സ്നേഹികൾ അവരുടെ ആത്മീയ ബന്ധങ്ങളും പൂർത്തീകരണവും പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും ആഴത്തിലുള്ള ബന്ധത്തിലൂടെയാണ് കണ്ടെത്തുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യത്തിലും ഐക്യത്തിലും അവർ ദൈവികതയെ കണ്ടെത്തുന്നു. പ്രകൃതിയും പരിസ്ഥിതിയും പവിത്രമായ ജ്ഞാനത്തിൻ്റെയും അഗാധമായ പഠനത്തിലും ഉൾക്കൊള്ളുന്നു എന്നവർ തിരിച്ചറിയുന്നു. അടുത്ത തരം ആളുകളായിരിക്കും രോഗശാന്തി, ആത്മീയ ഹീലിംഗ് എന്നിവയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ. രോഗശാന്തിയുടെ ആത്മീയ മാനങ്ങൾ ഉപയോഗിച്ച് ഈ വ്യക്തിത്വങ്ങൾ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും സമനിലയും സമ്പൂർണതയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ്. ഒരു വ്യക്തിയുടെ യഥാർത്ഥ രോഗശാന്തി ഭൗതിക ശരീരത്തിന് അപ്പുറത്താണ് എന്ന സത്യം ഇവർ തിരിച്ചറിയുന്നുണ്ട്. എനർജി ഹീലിംഗ്, റൈക്കി, അക്യുപഞ്ചർ, സൗണ്ട് തെറാപ്പി എന്നിങ്ങനെ സമഗ്രമായ ഹീലിംഗ് മാർഗങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും ഇക്കൂട്ടർ. മറ്റുള്ളവരിൽ രോഗശാന്തിയും പരിവർത്തനങ്ങളും സുഗമമാക്കുന്നതിന് ഇവർ ദൈവികമായ ഊർജത്തെയും അവബോധത്തെയും അനുകമ്പയെയും വഴിതിരിച്ചു വിടുന്നു. നാം എല്ലാവരും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തിലാണ് രോഗശാന്തിയുടെ ആത്മീയത അധിഷ്ഠിതമായിരിക്കുന്നത്. മറ്റുള്ളവരുടെ രോഗശാന്തിയെ പിന്തുണയ്ക്കുന്നതിലൂടെ അവർ മനുഷ്യരാശിയുടെ കൂട്ടായ രോഗശാന്തിക്ക് സംഭാവന നൽകുന്നവരാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കുക. നന്ദി, നമസ്കാരം.